സ്ത്രീകൾ വീട്ടിൽ നിന്ന് പുറത്തിറക്കിയത് ഇ.കെ. നായനാർ ഗവൺമെന്റിന്റെ ജനകീയ ആസൂത്രണം. അത് സ്ത്രീകൾക്ക് 30% സംവരണം ഏർപ്പെടുത്തുന്ന നിയമസഭാ സമ്മേളനത്തിൽ ആ ബില്ല് അവതരിപ്പിക്കുമ്പോൾ ഞാനുണ്ടായിരുന്നു. അപ്പൊ പലരും ചോദിച്ചു, ഇത് വലിയ അപകടത്തിലേക്കല്ലേ പോവുക? സ്ത്രീകൾ മുഴുവൻ ഭരിക്കാൻ തുടങ്ങിയ എന്താവും ഈ നാടിന്റെ സ്ഥിതി? ഇത് പരസ്യമായിട്ട് പറയണ്ട, സ്വയമെങ്കിലും വന്നിട്ട് പറയണ്ട. പരസ്യമായിട്ട് പറയാൻ പറ്റില്ല. പുരുഷന്മാരാണ് ഈ പറയുന്നത്, സ്ത്രീകളല്ല, പുരുഷന്മാരാണ്. അങ്ങനെയാണ് സ്ത്രീകൾ അധികാരത്തിൽ വരുന്നത്. സ്ത്രീകൾ അധികാരത്തിൽ വന്നപ്പോൾ നാടിന്റെ സ്വഭാവം, ഇവർക്ക് പരമ്പരാഗതമായിട്ട് ചില സവിശേഷത. നമ്മളെ നാട്ടിന്റെ മതേതരത്വത്തെ സംരക്ഷിച്ചത് അമ്മമാർ. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. അല്ലാതെ മറ്റാരുമല്ല. ഓരോ വീടുകളിലുള്ള വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട, ജാതി വിഭാഗങ്ങളിൽപ്പെട്ട അമ്മമാരാണ് ഈ നാടിനെ സംരക്ഷിച്ചു നിർത്തിയത്. അവർക്കൊന്നും ഒരു കാരണവശാലും ഒരു മതത്തിൽപ്പെട്ടവരോടും വിദ്വേഷമോ വൈരാഗ്യമോ ഞാൻ കണ്ടിട്ടില്ല. അവര് എത്ര വ്യത്യസ്തമായിട്ടാണ് പെരുമാറുന്നതെന്ന് എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തി. പല രീതിയിലും എന്നെ അത്ഭുതപ്പെടുത്തി. പല സ്ഥലത്ത് ചെല്ലുമ്പോഴും ഈ അമ്മമാര് കാണിക്കുന്ന സമാനതകളില്ലാത്ത സ്നേഹമാണ് ഇന്ന് കേരളത്തിന്റെ ഏറ്റവും വലിയ നേട്ടമായിട്ട് ഞാൻ കാണുന്നു. സ്ത്രീകള് വലിയ തോതിലുള്ള മുന്നേറ്റമാണ്. എല്ലാവരും ജോലി നേടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ജോലി മോശമല്ല. പുരുഷന്മാരെ നിലക്ക് നിർത്തുന്ന പെണ്ണുങ്ങൾക്ക് ജോലി ഉണ്ടാവും. അല്ലെങ്കിൽ അവർക്ക് മക്കൾ ജോലി കൊണ്ടിരിക്കും. നിങ്ങൾക്ക് 10 റുപ്യ ശമ്പളങ്ങളെ കയ്യിൽ കിട്ടുന്നുണ്ടെങ്കിൽ അവൻ വരച്ചവരെ കുന്നിപ്പോ ഒരു പെൺകുട്ടി ഒരു പ്രശ്നം ആയിട്ട് എൻ്റെ അടുത്ത് വന്നില്ല. നിരവധി പ്രശ്നങ്ങൾ വരും. ഞാൻ ചോദിച്ചു, നീ എന്താ ജോലിക്ക് പോകാത്ത? പോയി ആദ്യം നീ ജോലിക്ക് പോകാൻ പറ്റില്ല. നിരവധി ആളുകൾ എൻ്റെ സുഹൃത്തുക്കൾ പറയാറുണ്ട്, ഭാര്യമാർക്ക് ജോലി ഉണ്ടോരുടെ ഒരു അഹങ്കാരം കുറഞ്ഞ ഞാൻ കണ്ടു. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവ സിനിമക്കാരനാണ്. അവൻ എന്നോട് പറഞ്ഞു, എൻ്റെ ഭാര്യ എണീക്കുന്നതിന് മുമ്പ് ഞാൻ എണീക്കണം. അപ്പൊ ഇവന് ജോലിയില്ല, അവൾക്ക് ജോലിയില്ല. അവള് ബാങ്കിലെ ഉദ്യോഗസ്ഥയാണ്. അപ്പൊ എന്നോട് ഞാൻ ചോദിച്ചാൽ എന്താ നിനക്ക് പണിയെന്ന് ചോദിച്ചു. എടാ, രാവിലെ എണീറ്റിട്ട് അവളെ കാശ്, അതുകൊണ്ട് അവൾക്ക് ഒരു ചായ ആദ്യം ഞാൻ ഉണ്ടാക്കി കൊണ്ടുകൊടുക്കും. അപ്പോ ഇതാണ് ഇതിൻ്റെ ഒരു സംഭവം. അത്തരത്തിലുള്ളതിലേക്ക് കേരളം മാറ്റിയതിൽ അപ്പൊ എൻ്റെ സഹോദരിമാരോട് പറയുന്നത്, ഏത് തൊഴിലായാലും എവിടെയായാലും നിങ്ങൾ തൊഴിൽ നേടണം. അതിനൊതുങ്ങുന്ന തരത്തിൽ വിദ്യാഭ്യാസം മാറിയിട്ടുണ്ട്. എല്ലാ കോളേജുകളിലും എല്ലാ സ്ഥാപനങ്ങളും സ്ത്രീകളാണ്. എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ സ്ത്രീകളാണ്. ഇപ്പോൾ എൻ്റെ കുടുംബത്തിലൊരു കുട്ടി അമല മെഡിക്കൽ കോളേജിൽ പഠിക്കും. അതുകൊണ്ട് പെൺകുട്ടികളാണ് അധികം. എവിടെ നോക്കികളും സ്ത്രീകളുടെ ആധിപത്യം വരുന്ന കാലഘട്ടമാണ്. അത് ഇവിടെ തന്നെ മനസ്സിലാവും. ഇവിടെ തന്നെയാണ് ബാക്കിയൊക്കെ സ്ത്രീകളാണ്. അപ്പൊ അങ്ങനെ മാറിയ കേരളം നമ്മൾക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. ഇവിടെ ഒന്നും ഒരാളും ഒരു വർഗീയ കലാപം നടത്തുമെന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട. അതിന് പറ്റുന്ന മണ്ണല്ല എന്നുള്ളത് കേരളം തെളിയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ഒന്നും ഒരാളും വന്നിട്ട് മതം പറഞ്ഞു തല്ലാനോ ജാതി പറഞ്ഞു തല്ലാനോ ഒന്നും കേരളത്തിൽ ഒരു മെനക്കെടും വേണ്ട. ഒരാളും വിചാരിച്ചാലും നടക്കില്ല. കേരളം അത്ര ശുഭോദർക്കമായ രീതിയിൽ മാറിയ കേരളമാണ്. കേരളത്തില് ഇതുകളില്ലല്ലോ, ചേരികളില്ലാത്തതാണ്. ഗുജറാത്തിൽ നിങ്ങൾ പോയ ആയിരക്കണക്കിന് ചേരികളാണ്. ഇപ്പൊ വമ്പ് പറയുന്നത്. കേരളത്തിൽ ചേരിയില്ലല്ലോ. നിങ്ങൾ എവിടെ പോയി നോക്കിക്കോ ചേരികൾ. തമിഴ്നാട്ടിൽ പോയി നോക്കിക്കോ, ബംഗാളിൽ പോയി നോക്കിക്കോ, എവിടെ പോയാലും ചേരികളാണ്. ട്രംപ് വരുമ്പോ ചേരി മറച്ചല്ലേ ഇത്, അങ്ങനെ ആളുകളോട് ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ അതിൽ നിന്നൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടായ നമ്മളെ നാടിന്റെ വലിയ ഒരു എന്താ പറയാ സ്ത്രീകളുടെ ഒരു വലിയ കഴിവാണ്. എന്തായാലും ഈ മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള സ്പോർട്സ് ക്ലബിന് എല്ലാ പാവങ്ങളും നേരുന്നു. ഇവിടെ തൊഴിലുറപ്പിലും
ഹരിതസേനയിലും ഒക്കെ ഉള്ള സഹോദരിമാരെ ആദരിക്കുന്നുണ്ട്. അവർക്ക് എൻ്റെ അഭിനന്ദനം രേഖപ്പെടുത്തുന്നു.